ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയിച്ചിയ എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാനിങ്ങനെ ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ജയിച്ച് പറയും മോഹൻലാൽ സ്റ്റൈലിലിരിക്കുന്നെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ആക്രാന്തം മൂത്ത ഒരു ദിവസമായിരുന്നു. ഒരു സാധനം കണ്ടിട്ട് ഇനിയുണ്ട് കേട്ടോ. ഞാൻ റീച്ച ഇത്രയും കൊണ്ട് തന്നിട്ട് ആ സാധനം കൊണ്ട് തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതെന്തോ ചെയ്യും, അപ്പോൾ പിന്നെ എന്തോ ഇരുമ്പുളി അച്ചാറിടാന്നും പറയും. അപ്പോൾ റീച്ച പറയാം ഇത് നമ്മുടെ സാധാ പാത്രത്തിൽ വലിയ അച്ചാറിടുന്ന വിളിക്കത്തോ. ഞാൻ പറയും എന്തുവാ ഇത് ഇച്ചിരി അല്ല ഉള്ളൂ. എന്നാലും എന്ത് പറയും, അയ്യോ നിനക്ക് എന്തുവാ ഇത് ഇത്ര ഇച്ചിരി ഉള്ളൂ. റീച്ചാറങ്ങ് എന്തോ ലോറി കണക്കിന് കൊണ്ടു തന്നതുപോലെ പറയുന്നത്. ഒരു മുറം ഉണ്ട്, എന്നാലും ഇനി മേലോട്ടങ്ങ് നിൽക്കുക. ഞാൻ ഇന്നലെ ചിന്തിച്ച് കുറച്ചുകൂടെ കിട്ടിയിട്ട് അച്ചാറിടാം. അപ്പോൾ പിന്നെന്താ, എല്ലാവരും വീഡിയോ ഒക്കെ കാണുക. എൻ്റെ വീഡിയോ ഒന്നട വിട്ടാ വ്യൂസ് കൂടുന്നത്. ഇന്നത്തെ വീഡിയോയ്ക്ക് വ്യൂസ് കൂടുതലുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതലാണെങ്കിൽ നാളത്തേതിൽ കാണത്തില്ല. അങ്ങനെ ചിലർ ജൂലിയയെ കമൻ്റ് ഇടാൻ മറന്നു പോവും, അടി കിട്ടും കേട്ടോ. ജൂലിയ കമൻ്റ് ഇടാൻ മറന്നു പോവാന്നാണ് പറയുന്നത്. അങ്ങനെ ചിലരൊക്കെ ഇപ്പോൾ കമൻ്റ് ഇടാൻ മറക്കുന്നു. പിന്നെ പ്രീതി ചേച്ചിക്ക് ബിസിയാണ്, അതുകൊണ്ട് എന്നാലും പ്രീതി ചേച്ചി സമയം കിട്ടുമ്പോൾ വീഡിയോ കാണുന്നുണ്ട്, പിന്നെ കമൻ്റ് ഇടും. പ്രൈസ മോനെ, പ്രൈസ കുട്ടാ ഇങ്ങോട്ട് വന്നേക്കളെ. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നിട്ട് പോ. എൻ്റെ മോനെ 2-3 മുടി എന്തോ ഇങ്ങനെ ഇരിക്കുന്നേ. ഇപ്പോൾ പഠിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞിന്. നാളെ മാത്സാ കേട്ടോ. അപ്പം മക്കൾക്ക് ചക്കരയുമ്മ തന്നിട്ടുണ്ട്. മമ്മി റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ നിന്ന് വന്നോണ്ടേ പറഞ്ഞ് 3-4 ആൻറ്റിമാർ മോന് ചക്കരയുമ്മ തന്നിട്ടുണ്ട്, എന്തോ പറയണമെന്ന് പറഞ്ഞ് താങ്ക് യു പറയാം. എടാടാ വരുന്നു, ഞാൻ കൊച്ചിനെ വിളിച്ചതാ. അവനെ ഞാൻ വിളിച്ചേ ഇങ്ങോട്ട്. ഓ നീ വലിയ സാറാവല്ലേ. ആ മക്കള് പൊയ്ക്കോ, അടി കൂടല്ലേ രണ്ടുപേരൂടെ. അച്ചാച്ചൻ പറയുന്ന കേക്കണേ. ആന്നോ മൊബൈല് നോക്കുവാന്നോ? എടാ പോളെ, നീ കൊച്ചിനെ പഠിപ്പിക്കുവാന്നോ മൊബൈല് നോക്കുവാന്നോ? എന്നെ ആദ്യം കാണിക്കുക. അച്ചാച്ചൻ മൊബൈല് നോക്കുവാന്ന്. അവന് ഹോംവർക്ക് ഇട്ട് കൊടുത്തിട്ട് അവനിരുന്ന് മൊബൈൽ നോക്കുന്നേ. ഇങ്ങനെ ഇവൻ കംപ്ലൈൻറ്റ് വന്ന് പറയുന്നതുകൊണ്ട് പോളിന് ദേഷ്യം. ഇവനൊരു കംപ്ലൈൻറ്റ് പറഞ്ഞു എല്ലാം വന്ന് എന്നോട് പറയും. അപ്പം അവന് അത് ദേഷ്യമാണ്. അപ്പം ഇവൻ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഗെയിമിൽ എങ്ങനെ തോക്കുവാണെങ്കിൽ പോൾ അവിടെ ഇരുന്ന് ഒരാക്ഷം കാണിക്കും. ഇത് കേൾക്കുമ്പോൾ ഇവരതിനെടുത്ത ദേഷ്യം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രൂ കയറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താ, വീട്ടമ്മമാർ, ഈ വീട്ടിൽ ഇരിക്കുന്ന അമ്മമാരൊക്കെ എന്താ എടുക്കേണ്ടത് വീഡിയോ. എല്ലാവരും ഇടയ്ക്കൊക്കെ എല്ലാവരും പറയുമായിരുന്നു വിജി ഒന്ന് ചേഞ്ച് ചെയ്യ്, വിജി ഒന്ന് മാറ്റിപ്പിടി വിജി, എന്നും ഇത് കണ്ട് മടുത്ത് വിജി, എന്തോ ചെയ്യാനാ എൻ്റെ പൊന്നു മക്കളുമാരെ. ഈ പെരക്കാത്തിരിക്കുന്ന ഞാൻ എന്തോ ചെയ്യാനാ. വെളിയിലൊക്കെ പോകണമെന്നുണ്ട്. ഒരു ഞായറാഴ്ച കിട്ടും, അന്ന് പിന്നെ ചർച്ചിലൊക്കെ പോയി വരുമ്പോൾ ഉച്ചയാവും. ഉച്ചയും പോട്ടെ വൈകുന്നേരം 3-4 മണിയാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ആണെങ്കിൽ ഞാൻ വെജിറ്റബിൾ വാങ്ങിക്കാൻ ഞങ്ങൾ രണ്ടുകൂടായിരുന്നു പോകുന്നത്. ഇപ്പോൾ അന്നേരം അവിടുത്തെങ്കിലും എടുക്കാമായിരുന്നു. ഇപ്പം റേച്ച തന്നെ ആ കൂട്ടുകാരൻ്റെ കൂടെ ചിലപ്പോൾ പോകുന്നതുകൊണ്ട് ഞാനിവിടെ ഇരിക്കും. എൻ്റെ അടുത്ത് പറയും ഞങ്ങൾ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കുഴപ്പം. കണ്ട ഇടയ്ക്ക് മൂക്കങ്ങോട്ട് പോയി. ഈ മൂക്കിന് ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. അതാ കുഴപ്പം. ഓക്കെ, ഇന്നലെ എന്തുവാന്ന് ഓട്ടോഗ്രാഫ് കൊടുത്തത് ഞാൻ ചോദിച്ചില്ലേ. ഇനി 3-4 ദിവസം ഇല്ലേ. പിന്നെന്താ, ഞാൻ ചിന്തിച്ചു ഒരു ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഒരു ക്ലാസ്സിലായിരിക്കും. വലിയ കൊച്ചു പിള്ളേരല്ലേ, ഒരു ക്ലാസ്സിലായിരിക്കും ഇന്ന് എക്സാം വന്നത്. അന്നേരം അല്ല, പകുതി പേര് പിന്നെ വേറെ. അതുകൊണ്ടാണ് ഇന്നലെ എല്ലാവരും കൂടെ ഓട്ടോഗ്രാഫ് കൊടുത്തത്. അതിനെപ്പറ്റി ആരും കമൻ്റ് ഇട്ടില്ല. ചിലപ്പോൾ സ്കിപ്പ് അടിച്ച് പോയായിരിക്കും കേട്ടോ, അതായിരിക്കും.
ഞങ്ങൾ പിന്നെ എന്തോ ചെയ്യും വിജി ഇങ്ങനെ ഞങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത വീഡിയോ ഇടുമ്പോൾ ഞങ്ങൾ അങ്ങനെ സ്കിപ്പ് അടിച്ച് പോകാതിരിക്കുന്നേ അല്ലേ? അങ്ങനല്ലേ നിങ്ങളിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ അങ്ങനല്ലേ ഇപ്പം ചിന്തിച്ചത്? സ്കിപ്പ് അടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് അടിച്ചേ പോകത്തുള്ളൂ, അറിയാം. ഓക്കെ. ഇന്ന് രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത്. ഈ ദോശ ഇഡലിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഇല്ല. വേറെ എന്തെങ്കിലും ആണെങ്കിൽ എന്തോ ഉണ്ടാക്കും. രാവിലെ ഇതാകുമ്പം പിന്നെ അങ്ങ് നമുക്കൊരു പ്രോബ്ലവും ഇല്ല. എന്തെങ്കിലും സാമ്പാറോ ചമ്മന്തി ഉണ്ടെങ്കിൽ അതങ്ങ് നടക്കും. അപ്പോൾ ഇന്നലെ ദോശ ഉണ്ടാക്കിയോണ്ട് ഒരാൾ പറഞ്ഞു ദോശ വേണ്ട ഇഡലി വേണമെന്ന്. ഇഡലി ഉണ്ടാക്കാൻ പറയും ഇഡലി വേണ്ട ദോശ വേണമെന്ന്. അപ്പം ഞാനിന്ന് ദോശ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് മില്ലറ്റൂടെ ചേർത്ത് ഉണ്ടാക്കിയ ദോശയാണ്. അപ്പോൾ ദോശ 2 തവയിലങ്ങ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും. പോളും റീച്ചാനും പ്രൈസമ്മോനും ഇങ്ങനെ ഈ കട്ടി കുറച്ച് പേപ്പർ പോലെ ഉണ്ടാക്കിയെടുക്കുന്ന ദോശ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് 3നും അതിഷ്ടമാണ്. പിന്നെ ഇതാണേലും കുഴപ്പമില്ലെന്നേ ഉള്ളൂ. റീച്ചാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയിട്ട് ഇങ്ങ് വന്നില്ല. അപ്പം ഇന്ന് ബാഡ്മിൻ്റൺ കളിച്ചിട്ട് വന്നോണ്ടേ ഈ പുളിയും കൊണ്ട് വന്നത്. ആ പുളിമരത്തിൻ്റെ വീഡിയോ ഇച്ചിരി എടുത്തിട്ടുണ്ട്. ദോശയും സാമ്പാറുമായിരുന്നു. ഇപ്രാവശ്യം പുളി താഴേന്നൂടെ കിളിച്ച് വരുന്നുണ്ട്. അപ്പം റീച്ചാൻ എങ്ങനെ പറിക്കേണ്ടതൊന്നും അറിയത്തില്ല. കുറേ പഴുത്ത് തറയിൽ വീണ് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടങ്ങളിൽ എല്ലാവർക്കും പോയി പറിക്കാം, പക്ഷേ ആരും അങ്ങനെ അവർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നത്. മലയാളികൾ 3-4 പേരുണ്ട് നമ്മുടെ ഈ കോമ്പൗണ്ടിൽ. അപ്പം നമ്മൾ ഞങ്ങളുടെ ജനലിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഫ്രണ്ടിലാണ് ഈ നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കാണാം എപ്പോഴും. അപ്പോൾ പ്രേസമ്മോന് കൊണ്ടുപോകാൻ അവൻ പറഞ്ഞു വെജിറ്റബിൾസ് ഇട്ടേ ഇത് മതിയെന്ന്. അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇത് തന്നെ പറയുന്നത്. അപ്പോൾ അവന് ഞാൻ ഒരു ട്രിപ്പ് ഇത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച് ഇച്ചിരി ക്യാപ്സിക്കവും ക്യാരറ്റും സവാളയും അരിഞ്ഞ്. അപ്പോഴത്തേക്കിന് റീച്ചാൻ വന്നു. അപ്പം എനിക്ക് ഉള്ള ഗിഫ്റ്റും കൊണ്ടാണ് വന്നത്. ഇത് കണ്ട് ഞാൻ സംതൃപ്തിയായി, സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇല്ല, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞ പോലെ നാട്ടിലുള്ളവർക്ക് ഇതിനത്ര വാല്യൂ കാണത്തില്ല. എനിക്ക് പക്ഷേ ഇത് ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ഇത്രയും എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. എന്തോ സന്തോഷം. നമ്മളെ പറമ്പിൽ നിന്ന് നമുക്ക് പറിച്ചൊരു പ്രതീതിയാണ്. നല്ല ഫ്രഷ് അല്ലേ. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഞാനിത് മുറത്തോടെ കൊണ്ട് ഡാഡിയെ കാണിച്ചോണ്ട് ഡാഡി ചിന്തിച്ച് കോവയ്ക്കാന്ന്. അപ്പോൾ റീച്ചാൻ പറഞ്ഞ്, റീച്ചാനൊക്കെ ഇതിൻ്റെ പേര് പോലും അങ്ങനെ ജോലി അറിയത്തില്ല. അപ്പോൾ ഡാഡി പറഞ്ഞത് ഇത് ഇലിമ്പിക്ക അങ്ങനെ കണ്ടാ പറഞ്ഞത്. ഇത് അച്ചാറിടാൻ നല്ലതാണ്. അപ്പം ഞാൻ ചിന്തിച്ച് പാവത്തിനത് അച്ചാർ കഴിക്കുന്നതാണ് ഇഷ്ടമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ചിന്തിച്ചെന്നാൽ അച്ചാറിടാന്ന്. ഇട്ടില്ല, എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് മുകളിലോട്ട് കുറേയും കൂടെ അങ്ങ് കൊലയായിട്ട് അങ്ങ് നിൽക്കുക. ഞാൻ പറഞ്ഞ് കുറച്ചുകൂടെ കിട്ടിയിട്ട് നമുക്ക് അച്ചാറിടാൻ. റീച്ചാൻ പറയും ഇത്രയും പോരെ. ഞാൻ പറഞ്ഞ് റീച്ച ഇത് അച്ചാറിടുമ്പോൾ അതങ്ങ് തീരെ കുറയും റീച്ച, കുറച്ചേ കാണത്തുള്ളൂ. എല്ലാവരും പോളുമോനി ഇത് കണ്ടപ്പോഴേ പറഞ്ഞു അച്ചാറിട്ടാൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു. എല്ലാവരും ഇച്ചിരിച്ച കൂട്ടുമ്പോഴത്തേനും അങ്ങ് തീരുമെന്ന് പറഞ്ഞു. അല്ലേലും നമുക്കിതൊക്കെ കാണുമ്പോൾ ഇല്ല ആക്രാന്തമില്ലേ. അപ്പം മീനെടുത്ത് ഞാൻ വെള്ളത്തിയിട്ട് ഞാൻ അന്നേരം ചിന്തിച്ച് ഇന്നെന്നാ ഇരുമ്പുളി ഇട്ട് മീൻ കറി വെക്കാമെന്ന് തേങ്ങ അരച്ച്. അപ്പോൾ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് പിന്നെ തേങ്ങയും കൂടെയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. അപ്പം ഞാൻ എന്നിട്ട് ഇതിൻ്റെ വീഡിയോ മുറത്തിയിട്ടിട്ട് വീഡിയോ ഇട്ടിട്ട് നാട്ടിലയച്ച് കാണിച്ച് ഏതാണ്ട് എനിക്ക് ഇത്രയും കിട്ടിയെന്ന്. അവർക്കും അങ്ങ് അതിശയം. അയ്യോ, ബോംബെയിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ നിന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെ ഒരു അതിശയം തന്നെ. കണ്ട കോവയ്ക്ക പോലല്ല പറയത്തുള്ളൂ. അപ്പോൾ അയലമീനായിരുന്നു, അത് ഞാനൊന്ന് വെട്ടി എടുക്കട്ടെ. അപ്പോൾ അമ്മ പറഞ്ഞ് ഇച്ചിരി അച്ചാറിടുവാണെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിനൊരു കാരമുണ്ട് ഒരു ചെറിയിട്ടിട്ട് പിന്നെ അരിഞ്ഞ് വെക്കാൻ. ചേച്ചി പറഞ്ഞെടി നല്ല വെയിലുണ്ടെങ്കിൽ 2 ദിവസം അതൊന്ന് കീറി വെയിലത്തിട്ടിട്ട് അച്ചാറിടുവാണെങ്കിൽ കേടാകാതെ വർഷങ്ങളോളം ഇരിക്കുമെന്ന്. അല്ലാതെ നമ്മൾ പച്ചക്ക് ഇടുവാണെങ്കിൽ അത് പെട്ടെന്ന് അതങ്ങ് ഇരിക്കും തോറും പെട്ടെന്ന് അങ്ങ് എന്താ പറയുന്നത് ഇത്തിരി ലൂസ് പോലൊക്കെ ആവുമെന്ന്.
ഇതല്ലാതെ ഇത്തിരി ഒന്ന് വെയിലത്ത് വെച്ച് ചെയ്യുവാണെങ്കിൽ, ഉണക്കി 2 വെയിൽ കൊണ്ടിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നന്നായിട്ട് നല്ലതുപോലെ ഇരിക്കുമെന്ന് പറയുന്നു. നല്ല ചൂടാണ്. ഞാനിവിടെ അടുക്കളയിൽ ഫാൻ ഇട്ടേക്കുക, അതിൻ്റെ ഒരു സൗണ്ടുണ്ട്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് ഷെയർ കൂടെ ചെയ്ത് സഹായിച്ചാൽ ഒത്തിരി നന്നായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. മീനിൻ്റെ അരപ്പിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, ഒരു 3-4 വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഈ കറി ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. ഞാൻ എന്നിട്ട് ലാസ്റ്റിൽ ഇതിൽ കടുക് വറുത്ത് ചേർക്കും. അപ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഇങ്ങനത്തെ മീൻകറി വെച്ചിട്ട് ഞങ്ങൾ ചിലർ ചക്ക പുഴുക്കെന്നാണ് പറയുന്നത്, ഞങ്ങൾ ചക്ക വേവിച്ചതെന്ന് പറയും. എന്നിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് അരിഞ്ഞ് ചേർക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയണേ കുറേ ഫിംഗർ ക്യാപ്പ് കൊണ്ടുവന്നായിരുന്നു. ഇവിടെയും ഫിംഗർ ക്യാപ്പ് കിട്ടും, പക്ഷേ ഇല്ല ഒട്ടും കട്ടിയില്ലാത്ത ഉള്ളിത്തൊലി പോലുള്ളതാണ്. ഇതാകുമ്പോൾ നമുക്ക് നാട്ടിൽ കട്ടിയുള്ളത് കിട്ടും. പക്ഷേ ഞാനിത് കൊണ്ടുവന്ന് കുറച്ച് നാൾ ഇത് വെളിയിലിരിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ ഒട്ടിയില്ല, മുട്ട് പോലായി. ഇതിപ്പോൾ 2 ദിവസം ആയതേ ഉള്ളൂ, 2-3 ദിവസം ആയേ ഉള്ളൂ ഈ ഒരെണ്ണം എടുത്തിട്ട്. ഇപ്പോൾ ഈ മാസം തന്നെ എൻ്റെ 2-3 ഫിംഗർ ക്യാപ്പ് പോയി. അപ്പോൾ ഞാനെടുത്ത് ഇപ്പം അത് ഫ്രിഡ്ജിൽ വെച്ചേക്കുക ഫിംഗർ ക്യാപ്പ്. നിങ്ങളൊക്കെ എങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതെന്നൊന്ന് പറയണേ. അപ്പോൾ ഞാൻ ആ ഇഞ്ചി മൊത്തം എടുത്തില്ല, കുറച്ചേ അരിഞ്ഞുള്ളൂ. പക്ഷേ മുളക് അരച്ച കറിക്കാണെങ്കിൽ ഞാൻ ആ കഷ്ണം മൊത്തം എടുത്തേനെ. പിന്നെ പച്ചമുളക് കൂടെ കീറിയിടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് ഈ പച്ചമുളക് എടുത്ത് കഴിക്കാൻ ഇഷ്ടമാണ്. എന്നെ പ്രതിയാണ് ഞാൻ ഇട്ടത്. അല്ലെങ്കിൽ ഞങ്ങൾ പറയും ഉണ്ടമുളകെന്ന്. അതായിരുന്നെങ്കിൽ നല്ല മണമുള്ള ഇങ്ങനെയുള്ള കറിക്കൊക്കെ അതാ നല്ലത്. എന്നിട്ട് ഞാൻ കുറച്ച് ഇരുമ്പൻ പുളിയും കൂടെ അരിഞ്ഞ് ചേർത്തു. പുളി ചേർക്കുന്നില്ല, ഇപ്പോൾ ഇതിൻ്റെ പുളി കാണും, അതുകൊണ്ട് ഞാൻ പുളി ചേർക്കുന്നില്ല. അഥവാ പുളി ഇല്ലെങ്കിൽ പിന്നെ ഇച്ചിരി പുളി ഞാൻ നമ്മുടെ കുടംപുളി ഉണ്ടല്ലേ, അതൊരു കഷ്ണം എടുത്ത് ഞാൻ തിളപ്പിക്കും. കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം ഇച്ചിരി കൂടെ ഇതിൽ ഒഴിക്കും. അപ്പോൾ അരപ്പൂടെ അത് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർക്കട്ടെ. നേരത്തെ ഞാൻ എന്തോ ചെയ്യുമായിരുന്നോ, കുറച്ച് പുളി ഇങ്ങനെ എടുത്ത് നന്നായി തിളപ്പിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെക്കുമായിരുന്നു ഫ്രിഡ്ജിൽ. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പുളി കുറവായിട്ടെങ്ങാനും വരുന്ന ഉടനെ പിന്നെ നമുക്ക് പുളി അല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് തിളപ്പിക്കണ്ടേ, അതുകൊണ്ട് ഞാനിങ്ങനെ ജ്യൂസ് എടുത്ത് വെക്കുമായിരുന്നു. ആ ജ്യൂസ് എടുത്ത് 1-2 ടേബിൾ സ്പൂൺ ഒഴിക്കുമ്പം നല്ലതായിരുന്നു. നമുക്ക് പുളി എല്ലായിടവും പിടിക്കുമല്ലേ. അപ്പോൾ അത് തീർന്നു. ഇന്നാളി അങ്ങനെ ഞാനതങ്ങനെ ചെയ്യാൻ കാര്യം എന്താണെന്നോ, ആ കൊണ്ടുവന്ന പുളിയിലെ ഒരു സൈസ് കൊട്ടൻ പുളിയായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ ജ്യൂസാക്കിയുണ്ട് അതിൻ്റെ നീരെടുത്ത് ഇങ്ങനെ വെച്ചിരുന്നതാണ്. അരപ്പെല്ലാം കൂടെ ഞാൻ അടപ്പത്ത് വെച്ചിട്ട് ഒരു ഇച്ചിരി ഒന്ന് ചൂടായോണ്ട് പിന്നെ മീൻ അതിൻ്റെ അകത്തോട്ട് പറക്കിയിട്ട് കൊടുത്ത് അതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കുറച്ചൊന്ന് വറ്റുമ്പം പിന്നെ കടുകൂടെ വറുത്ത് ചേർക്കാം. ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത്. ഇപ്രാവശ്യം കടുക് വറുക്കാൻ നേരം ഞാനൊരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടെ ഒന്ന് കടുക് വറുക്കാൻ നേരം ചേർത്തിട്ട്. ഇവിടെ ഇപ്പം മാങ്ങാ സീസൺ ആയല്ലേ, അപ്പോൾ ഈ ഫ്രഷ് ജ്യൂസ് ഇങ്ങനെ ഫ്രഷ് പൾപ്പ് ഇങ്ങനെ പാക്കറ്റിൽ വെക്കും. അതിപ്പം വൈകിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പം കൊച്ചുങ്ങൾ സ്കൂളിൽ നിന്ന് പ്രൈസമ്മോനെ തോണ്ട പോൾമോൻ വിളിച്ചുകൊണ്ട് അവിടുന്നേ എനിക്ക് ടാറ്റ തരും പ്രൈസമ്മോൻ.
അപ്പം വരുന്ന ഉടനെ അത് കൊടുക്കാമെന്ന് വെച്ച്. അപ്പം ചേട്ടച്ചാരാ വിളിക്കാൻ പോയത്. എന്തോ ഭയങ്കര ചെണ്ടകൊട്ടും മേളകൊട്ടും മാർവാടികളുടെ എന്തോ പ്രോഗ്രാമാണ് ഇന്ന്, പൂജ എന്തും കണ്ട അതിൻ്റെ സൗണ്ടായി കേൾക്കുന്നത്. കുടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.